गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्री गुरवे नमः. ഗുരുപാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വന്ദനം. ഈ സത്സംഗത്തിൽ സമാഗതരായിരിക്കുന്ന ആത്മമിത്രങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇസ്മായിൽ സാധന ട്രസ്റ്റിന്റെ സംഘാടക സാരഥ്യങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഗുരുവിന്റെ മതദർശനം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ധർമ്മം ആണത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയം ഇസ്മായിൽ സാധന തന്നിരിക്കുന്നത്. ഗുരുവിന്റെ ദർശനം ആധുനിക ലോകം അല്ലെങ്കിൽ ആധുനിക സമൂഹം കൈക്കൊള്ളാതെ പോകുന്ന ആത്മീയമായ മുന്നറിയിപ്പുകൾ തന്നെയാണ്. കാരണം എല്ലാ കാലത്തിനും അനുയോജ്യമായ ധർമ്മം ഗുരുവിന്റെ ദർശനത്തിലുണ്ട്. ഈ കലികാലത്തിനും ഈ കലികാലത്തിന്റെ കാലലീലകൾക്കും ഒക്കെ പരിഹാരം ഗുരുവിന്റെ ദർശനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തിനും അനുയോജ്യമായ സനാതനമായ ധർമ്മമാണ് ഗുരു നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഇനി വരുന്ന നൂറ്റാണ്ടിന് വേണ്ട ധർമ്മവും ഗുരുവിന്റെ ദർശനത്തിൽ ഉള്ളടക്കിയിരിക്കുന്നു. കലിയുഗത്തിൽ നാമസങ്കീർത്തനം എന്നാണല്ലോ പറയുക. കലവും നാമസങ്കീർത്തനം. കലി ബാധിച്ചിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ ആ മനുഷ്യ മനസ്സുകളിലേക്ക് അറിവിന്റെ പ്രകാശത്തെ കടത്തിവിടുന്നതിനും ലോകജീവിതം ശാന്തവും സമാധാനവുമാകുന്നതിന് നാമസങ്കീർത്തനം ഏറ്റവും പ്രധാനമാണ് കലിയുഗത്തില്. അങ്ങനെ ഈശ്വരഭക്തിയുള്ള, നന്മയുള്ള, സമാധാനം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജിജ്ഞാസുക്കളാണ് ഇതിലെ സമാഗതരായിരിക്കുന്നത്. കാരണം നമുക്കൊരു സത്സംഗത്തിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി ഘടകങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് മാനസികമായി നമ്മൾക്ക് അതിനുള്ള പക്വത വേണം. രണ്ടാമത്, ശാരീരികമായി അതിനുള്ള പക്വത വേണം. മൂന്നാമത്, കുടുംബപരമായി നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. നാലാമത്, സാമൂഹികമായി നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടണം. അപ്പൊ ഇതെല്ലാം ഒത്തൊരുങ്ങി കിട്ടുമ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ്, ദൈവാനുഗ്രഹ ഹേതുകമാണ്. അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിന്റെ കടത്തിവിടാനായിട്ട്. ഗുരു നമുക്ക്, നമ്മൾ പറഞ്ഞു, എല്ലാ കാലത്തിനും ആവശ്യമായ ധർമ്മമാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ അതില് ഗുരു നിരവധിയായ സ്തംഭങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പ്രകാശ ഗോപുരങ്ങൾ എന്ന് വെച്ചാല് അതിലേറ്റവും സർവപ്രധാനമായിട്ടുള്ളത് ഗുരുവിന്റെ കൃതികൾ തന്നെയാണ്. രണ്ടാമത് ശ്രീനാരായണ സ്മൃതി എന്ന ശ്രീനാരായണ ധർമ്മം. മൂന്നാമത് വരുന്നത് ഗുരു നടത്തിയിട്ടുള്ള വിഗ്രഹ പ്രതിഷ്ഠകൾ. അടുത്തത് വരുന്നത് ഗുരുവിന്റെ ലോകസേവാ കേന്ദ്രങ്ങള്, ശ്രീനാരായണ ധർമ്മ സംഘവും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും, ഗുരു സ്ഥാപിച്ചിട്ടുള്ള ആശ്രമങ്ങള്, മഠങ്ങള്, വിദ്യാലയങ്ങള്, ഇതെല്ലാം തന്നെ ഈശ്വര ചിന്തയെ, പരമമായ സത്യത്തെ, ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട പരമമായ സത്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകാശ ഗോപുരങ്ങള്, സ്തംഭങ്ങള് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമരുഭൂമിയില് പാടിത്തളർന്നു വീഴുന്ന മനുഷ്യർക്ക്, ഈ കലിയുഗത്തിന്റെ കലികൽമഷങ്ങളിൽ പെട്ട് ഉഴലുന്ന മനുഷ്യർക്ക് തണലായി, ഒരു വൻമരമായി, നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നട്ട, ഈ ജഗദീശ്വരൻ നട്ട വൻമരമായി പാന്തർക്ക് തണലേകിക്കൊണ്ട് ശ്രീനാരായണ ദർശനം ഇങ്ങനെ ലോകത്തുനിന്ന് വിരാജിച്ചു നിൽക്കുന്നത്. നമ്മുടെ
വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുവിന്റെ മതദർശനം എന്നുള്ളതാണ്. ഈ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം പല പല ഘട്ടങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. അതില് ആദ്യത്തേതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. ആ സമയത്ത് അവിടുന്ന് ആ പാറമേല് പച്ചിലച്ചാറ് കൊണ്ട് കുറിച്ചിട്ട 32ഓളം അക്ഷരം വരുന്ന ആ മഹാമന്ത്രം, അത് ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ആ മന്ത്രം തന്നെയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന്. അതായത് കേരളത്തിന്, ഈ കൊച്ചു കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ലോകത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ വേണ്ടതായിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനിലൂടെയാണ്. അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന വിശ്വ മാനവികതയുടെ മഹാമന്ത്രം. അതായത് ഇന്ന് ലോകം നേരിടുന്ന ഈ ലോകത്തിന്റെ സകല പാപക്കറകളെയും കഴുകി കളഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മേൽ ഒരു വിശ്വ പതാക പോലെ പാറിക്കളിക്കേണ്ട മന്ത്രാക്ഷരങ്ങളാണ് ഗുരുവിന്റെ ആ അരുവിപ്പുറത്ത് കുറിച്ചിട്ട വരികൾ. അതിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ, പ്രാഥമികമായി നമ്മളത് പറഞ്ഞു പോകുമ്പോൾ അതിൽ അനേകം ആശയം ചിന്തിക്കേണ്ട, ഒരു മനുഷ്യജന്മം മുഴുവനും ചിന്തിച്ചാൽ തീരാത്ത, ലഭിക്കാത്തത്ര ആശയം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജാതിഭേദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ജാതികളെയാണ്. പക്ഷെ നമുക്കത് കൂടുതൽ ഗുരുവിന്റെ വാക്കുകളെ അല്ലെങ്കിൽ ഗുരുവിന്റെ കൃതികളെ ആർക്കാണ് മനുഷ്യരായ അജ്ഞതയിൽ നിൽക്കുന്ന ലോകവാസനയിൽ നിൽക്കുന്ന നമുക്കൊക്കെ പൂർണ്ണമായും ഇതാണ് ഗുരു ഉദ്ദേശിച്ചത്, ഇതാണ് ഗുരുവിന്റെ കൃതികളുടെ ആശയം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. ഉപാസനയുടെ ഭാഗമായി നമുക്ക് പഠിക്കാം ഈ ലോക ജീവിതത്തെ തരണം ചെയ്യുന്നതിന്. അപ്പോ ജാതിഭേദം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയും അർത്ഥം കൊടുത്തുകൂടെ? മനുഷ്യകൽപ്പിതമായ ജാതിക്കപ്പുറം മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെങ്കിൽ, പശുവിന്റെ ജാതി പശുത്വമാണെങ്കിൽ, പക്ഷിയുടെ ജാതി ഖഗത്വമാണെങ്കിൽ, മനുഷ്യ പക്ഷി മൃഗ സൂര്യ ചന്ദ്രാദി സർവ്വതും അടങ്ങുന്ന ആ ഒരു ജാതി, അത്തരത്തിൽ ഒരു ഭേദവും ഇല്ലാതെ എന്ന് പറയുമ്പോൾ മനുഷ്യനെ മാത്രമല്ല സഹജീവികളായ വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും എല്ലാം ഭേദമില്ലാതെ കാണുന്ന ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ അത്തരത്തിലൊരു ചിന്തയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതായത് ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യജാതിയെ മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഗുരുവിന്റെ ജാതി സങ്കല്പത്തിൽ മനുഷ്യര് മാത്രമല്ല ഉള്ളത്, സർവ്വജീവികളെയും അവിടുന്ന് ആ ദർശനത്തിന്റെ പരിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവിടുത്തെ ദർശനം ഭഗവാൻ പിന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സൂര്യചന്ദ്രാദി മനുഷ്യ പക്ഷി മൃഗാദി സകലതും ഒരൊറ്റ ഈശ്വര സത്തയുടെ ആവിഷ്കാരങ്ങളാണ് എന്നറിഞ്ഞ് സർവ്വതിനോടും ദ്വേഷമില്ലാതെ, ജാതിഭേദമില്ലാതെ, മതദ്വേഷമില്ലാതെ, മതം എന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥമെങ്കിൽ സത്യദർശികളായ മഹാപുരുഷന്മാർ കാലാകാലത്തിന് ആവശ്യമായ ധർമ്മത്തെ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് മതം എങ്കിൽ മതദ്വേഷം പാടില്ല. എല്ലാ മഹാത്മാക്കളുടെ വാക്കുകളും പരമസത്യത്തിലേക്ക് എത്തിക്കാനുള്ളതാണ് എന്നറിഞ്ഞ് ആ വാക്കുകളിൽ വിശ്വസിച്ച് വിദ്വേഷമില്ലാതെ, എത്ര വലിയ സങ്കല്പമാണ്! മതദ്വേഷമില്ലാതെ, ഗുരു പറഞ്ഞല്ലോ പൊരുളൊന്നാണ് അല്ലെ, അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. ഇങ്ങനെ പറഞ്ഞു തന്ന ഋഷീശ്വരനാണ് പറയുന്നത്, മതദ്വേഷം കൂടാതെ എല്ലാത്തിനെയും
സ്വീകരിക്കുന്ന മനസ്സുമായിട്ട് സർവരും, ഗുരുവിന്റെ ആ മഹാമന്ത്രത്തിലെ സർവരും എന്നുള്ളത് ആണ് ഗുരുവിന്റെ അദ്വൈത ദർശനം. എല്ലാവരെയും, മനുഷ്യൻ മാത്രമല്ല, സമസ്ത ചരാചരങ്ങളും, ഈ വിശ്വം മുഴുവനും. മഹാത്മാക്കളുടെ സങ്കല്പം എങ്ങനെയാണെന്നറിയോ? എത്ര വിശ്വം ഭവത്യേകനീടം എന്ന് പറയും. ഈ വിശ്വം അവർക്കൊരു ഒറ്റ കൂടാം. അവർക്ക് സംസ്ഥാനത്തിന്റെ അതിർവരമ്പുകളില്ല, രാജ്യത്തിന്റെ അതിർവരമ്പുകളില്ല, ഭൂഖണ്ഡങ്ങളുടെ അതിർവരമ്പുകൾ ഒന്നുമില്ല. അവർക്ക് ഈ ലോകം ലോകമേ തറവാട് എന്നാ പറയുന്നത്. ഒരൊറ്റ കൂടാണ്. അതാണ് സർവരും. ഗുരുവിന്റെ ഏകതയാണ് അവിടെ. സർവരും സോദരത്വേന വാഴുന്ന, സോദരന്മാരും സമന്മാരുമായി ജീവിക്കുന്ന എത്ര മഹനീയമായ സങ്കല്പമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ചിന്താധാരയാണ് ഗുരുവിന്റെ ദർശനത്തിലുള്ളത്. ഇത് എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും എല്ലാം തർജ്ജമ ചെയ്തിട്ട് ഇതിന്റെ സത്യത്തെ വിശദീകരിക്കുന്ന പിന്നെ ഗവേഷണങ്ങൾ ഉണ്ടാകണം, പഠനങ്ങൾ ഉണ്ടാകണം, ഗ്രന്ഥങ്ങൾ ഇറങ്ങണം. അതിന് തക്ക ആശയം ഉള്ളടക്കി വെച്ചിട്ടുണ്ട് ഈ 4 വരികളിൽ. അപ്പോ അങ്ങനെ സർവരും സോദരന്മാരും സമന്മാരുമായി വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഗുരു കൽപ്പിച്ചത് പ്രതിഷ്ഠയിലൂടെ. അപ്പോ അതാണ് പറഞ്ഞത്, ലോകത്തിന്റെ സകല ഭാഗത്തെയും കഴുകിക്കളയാനുള്ള ആ ഒരു ധ്യേയവാക്യമായി, ശ്ലോകവാക്യമായി ഈ വിശ്വപതാകയില്, ലോകത്തിന്റെ വിശ്വപതാകയില് പാറിക്കളിക്കട്ടെ ഗുരുവിന്റെ ഈ മഹാമന്ത്രം എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് ലോകം നേരിടുന്ന ഈ അരം തിളച്ചു പൊങ്ങലിന്, ഗുരു പറഞ്ഞല്ലോ, അരം തിളച്ചു പൊങ്ങും ആടലാഴി, പരസ്പര വിദ്വേഷം കൊണ്ടുള്ള വെറുപ്പ് തിളച്ചു പൊങ്ങുന്ന ഈ ദുഃഖക്കടലെ നീന്തിക്കടക്കാൻ ഈ ഒരു ഔഷധം മാത്രമേ ഇന്ന് ലോകത്തിനുള്ളൂ. ഇത് ഈ ഒരു ഉപദേശ സ്വീകരണത്താൽ അല്ലാതെ ഇന്ന് ലോകം നേരിടുന്ന മത ഭീകരവാദത്തിനും പരസ്പര കലഹങ്ങൾക്കും യുദ്ധത്തിനും പരിഹാരം ഇതിലൂടെ അല്ലാതെ, ഇത്തരത്തിലുള്ള ഒരു ദർശനത്തിലൂടെ അല്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ് ലോകം അറിയേണ്ടത്. കാരണം ഇന്ന് മനുഷ്യ മനസ്സുകളില് യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുങ്ങുകയാണ്. പരസ്പരം മതങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും ഒക്കെ ആയുധങ്ങൾ തേച്ചു മെനുക്കിക്കൊണ്ട് പരസ്പരം യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുമ്പോൾ ഗുരുവിന്റെ ദർശനത്തിന് ഏറ്റവും പ്രധാനമില്ലേ ഈ കാലഘട്ടത്തില്? അപ്പോ ഇനി നമുക്ക് എത്തേണ്ടത്, ഒന്ന് നമ്മൾ പറഞ്ഞു ഗുരുവിന്റെ 1888 പ്രതിഷ്ഠയോട് ചേർന്ന് അവിടെ നിന്ന് കുറിച്ചിട്ട മഹാമന്ത്രം. അടുത്തത് ശ്രീനാരായണ ധർമ്മം എന്ന ശ്രീനാരായണ സ്മൃതി, ഒരു ജീവിതത്തിന്റെ മാനുവൽ, ഹസ്തപുസ്തകം എന്ന് പറയും. ഒരു മനുഷ്യൻ എന്നും ഈ കാലഘട്ടത്തിൽ ഇനി അടുത്ത നൂറ്റാണ്ടിനുമൊക്കെ ആവശ്യമായ കാര്യങ്ങള് നിറച്ചു വെച്ചിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം, കുടുംബജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്താം, സന്യാസാശ്രമം വരെയുള്ള സകലതും ഉൾപ്പെടുത്തിക്കൊണ്ട് നേർജീവിതത്തെ പറഞ്ഞു തരുന്ന ശ്രീനാരായണ സ്മൃതിയിലെ 2-ാം അധ്യായത്തിൽ അവിടുന്ന് ഇത് ചേർത്ത് വയ്ക്കാൻ മറന്നുപോയില്ല. കാരണം അത് ഇന്നത്തെ ഈ കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവിടെ ജാതിയെയും മതത്തെയും ദൈവത്തെയും കുറിച്ചുള്ള ധർമ്മം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. ഇതാണ് ധർമ്മം, ഇതാണ് വഴി എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതാണ്. അപ്പോ ഗുരുവിന്റെ ശിഷ്യന്മാർ അന്നത്തെ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ദുസ്ഥിതി കണ്ടിട്ടാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാൻ സർവതത്വജ്ഞ ജീവലോകതയാപര ധർമാധർമാൻ വിവിച്ഛാദ്യ ശ്രോതുമുത്കണ്ഠിതാവയം. ഭഗവാനെ, കരുണ ഉണ്ടാവണം. ഇവിടെ ജാതി മത ഭേദചിന്തകൾ കൊണ്ടുള്ള അധർമ്മം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ധർമ്മമേത് അധർമ്മമേത് എന്ന് വേർതിരിച്ച് അടിയങ്ങൾക്ക് അറിയില്ല. അപ്പോ അതിനു വേണ്ടുന്ന ഉപദേശങ്ങള് അവിടെ നരുളി ചെയ്താലും എന്ന് ശിഷ്യഗണങ്ങൾ ഭക്തിയോടെ ഗുരുവിനോട് അപേക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ധർമാധർമ്മങ്ങൾ വിവേചിച്ച് പറഞ്ഞു തരണം ഭഗവാനെ എന്ന്. അപ്പോൾ ഏത് വിഷയത്തിലാണ് ധർമാധർമ്മ വിവേചനം ചെയ്യേണ്ടത് എന്നുകൂടി അപേക്ഷിക്കുന്നുണ്ട് ശിഷ്യന്മാര്. മതത്തെ കുറിച്ച് വേണം, ജാതിയെ കുറിച്ച് വേണം, ഈശ്വര വിശ്വാസ സ്ഥിതിയെ കുറിച്ചൊക്കെ
ഉള്ള അജ്ഞാനത്തിൽ ആണ്ടുപോയിരിക്കുന്നു ജനം. അപ്പോ അതിൽ നിന്നെല്ലാം, അതിൽ നിന്ന് അത്തരത്തിലുള്ള ഈശ്വര മതത്തെ ചൊല്ലി, ജാതിയെ ചൊല്ലി, ഈശ്വര വിശ്വാസത്തെയൊക്കെ പ്രതി മനുഷ്യൻ അധർമ്മത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ദുസ്സഹമാവുന്ന രീതിയിൽ മനുഷ്യന്റെ ശാന്തതയും സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കൊണ്ട് ജാതി മത ഭേദ ചിന്തകള്, ദൈവ ചിന്തകളിലൂടെ അധർമ്മം കടന്നു വരുമ്പോൾ അതിനെ നേരായ രീതിയിൽ തിരുത്തിയിട്ട് ശരിയായ ധർമ്മത്തെ, ശരിയായ ജാതിയെ, ശരിയായ മതത്തെ, ശരിയായ ഈശ്വര വിശ്വാസം എന്തെന്ന് കരുണയോടെ അവിടുന്ന് അരുളി ചെയ്താലും ഭഗവാനെ എന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഗുരു പറയുന്നത്, ധർമ്മയേവ ഹി ബോദ്ധവ്യോ മന്തവ്യ കർമ്മകോടിഷു അനുഷ്ഠേയോ ഉപദേഷ്ടവ്യോ ധർമ്മോ ലോക പ്രവർത്തക. മനുഷ്യൻ ധർമ്മത്തെ അറിയണം. ധർമ്മയേവ ഹി ബോദ്ധവ്യ, അറിയണം. എന്താണെന്ന് അറിയണം. നമ്മളിപ്പോൾ എല്ലാം അറിയുന്നത് എന്തിനാ? പ്രചരിപ്പിക്കാനാണ് നമ്മൾ അറിയുന്നത്. പ്രചരണമാണ് ഇന്ന് കൂടുതലും നടക്കുന്നത്. ബോധനവും നിധിധ്യാസനവും ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖം മാറുന്നില്ല. ഗുരുവിന്റെ ധർമ്മത്തെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ധർമ്മപ്രചാരകരായി മാറും. അത് വേണ്ടാന്നല്ല, പക്ഷെ അതിനപ്പുറം നമ്മൾ സ്വയം ആ ഇരുട്ടിനെ മാറ്റി അവിടെ വെളിച്ചം വീശുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക. അപ്പൊ ആദ്യം സ്വയം ഇരുട്ട് മാറണം. അതാണ് ഗുരു പറയുന്നത്, ധർമ്മ ഏവ ഹി ബോദ്ധവ്യ. ധർമ്മം, മനുഷ്യൻ ധർമ്മത്തെ അറിയണം. ധർമ്മം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പ്രപഞ്ചത്തെ ആകെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതാ പരമമായ സത്യമാണ് എന്നറിയണം. ആ ധർമ്മത്തെ അറിയുകയും ഈ അറിഞ്ഞതിനെ വിചാരിക്കണം. നമ്മൾ ബാഹ്യമായ ശ്രവണം മാത്രമേ എല്ലാ കാര്യത്തിലും നമ്മുടെ നടക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു കൃതി മതി, അനേകം കൃതി പഠിക്കേണ്ട. നമ്മളിപ്പോ ദർശനമാലയൊക്കെ വിചാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നവരാണ്, ഉപനിഷത്തുക്കൾ പഠിച്ചവരാണ്, ദർശനമാല പഠിച്ചവരാണ്. നിരവധിയായ പഠനങ്ങൾ നമ്മുടെ നടന്നു കഴിഞ്ഞു. അപ്പൊ പഠനത്തിന്റെ കുറവല്ല നമുക്കുള്ളത്. നമുക്കുള്ളത് എന്താ? ഈ വിചാരമാണ്. വിചാരം, അതായത് ഉള്ളിലേക്ക് അതിനെ അറിഞ്ഞതിനെ ഗുരു എപ്പോഴും പറയും, വിചാരം ചെയ്യണം, ഓർക്കണം, ആരായണം. ഈ ആരായലും ഓർക്കലും വിചാരിക്കലും മാത്രമാണ് ശാശ്വത ദുഃഖ പരിഹാരത്തിലേക്ക് നമ്മളെ നയിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖം വരും. കേൾക്കുന്നത് ഒന്ന്, പറയുന്നത് ഒന്ന്, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സമാധാനമോ അല്ലെങ്കിൽ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിചാരിക്കണം. ഗുരു പറയാ, ധർമ്മയേവ ഹി ബോദ്ധവ്യ മന്തവ്യ. അത് വിചാരിക്കണം. പിന്നെ അനുഷ്ഠേയ, ഗുരു പറഞ്ഞു തരുന്നുണ്ടോ, അനുഷ്ഠിക്കണം അത്രേ. ഉറുമ്പിനെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ, ഒരു ജീവി പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കരുണയില്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ, തൊട്ടടുത്തിരിക്കുന്നവന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുവാൻ നമുക്ക് ആ മനസ്സില് ഒരു വെറുപ്പ്, കരുണയില്ലെങ്കില് നമ്മളിത് കേട്ടുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. തൊട്ടടുത്തിരിക്കുന്നതിനെ നിന്ദിക്കുമ്പോൾ നമുക്ക് നമ്മളിത് കേട്ടുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അതില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗുരു പറയണത്, ഇത് കേൾക്കണം, അറിയണം, വിചാരിക്കണം, പിന്നെന്താ, അനുഷ്ഠിക്കണം. അതിനുശേഷം മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരും ഇതൊന്നും, ഭഗവാന്റെ ദർശനത്തെ ഉപദേശിക്കുവാനായിട്ട് നമുക്കൊന്നും കെൽപ്പ് വന്നിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ധർമ്മ ഏവഹി ബോദ്ധവ്യ മന്തവ്യ കർമ്മകോടിഷു, അല്ലെ? കർമ്മകോടികൾ കൊണ്ട്, അതായത് ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മള് ഈ ധർമ്മത്തെയാണ് അറിയേണ്ടത്. ധർമ്മമാണ് ഈ ലോകത്തെ ധരിക്കുന്നത് എന്ന് ഗുരു പറഞ്ഞുകൊണ്ടാണ്, ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തത്വോപദേശം നടത്തുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, കേട്ട കാര്യങ്ങൾ ശ്രവണം, മനനം, നിധിധ്യാസനം, അതിലൂടെ കടന്നു പോകണം നമ്മൾ. ഇനി അടുത്തത് പറയുമ്പോൾ നമ്മള് ശ്രീനാരായണ ധർമ്മത്തിലെ മതദർശനം 46-ാമത്തെ ശ്ലോകം. ശ്രീനാരായണ ധർമ്മത്തിൽ മതത്തെ കുറിച്ച് ഗുരു പറയുമ്പോൾ, എല്ലാം നമുക്ക് പറയാൻ പരിമിതമായ സമയമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോ മതദർശനം പറയുമ്പോൾ 46-ാമത്തെ ശ്ലോകം. നിങ്ങൾ ശ്രീനാരായണ ധർമ്മമൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണ്. പക്ഷെ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, കേട്ടത് തന്നെ കേട്ട് പഠിക്കുന്നത്, ആവർത്തനം
സത്യം ഉറപ്പിക്കുന്നതിന് സഹായകമാകും അല്ലെ. അപ്പോൾ മതത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം അറിയാമോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് വെറുതെ കേട്ടിട്ടുണ്ടോ? മതത്തെക്കുറിച്ച് ശ്രീനാരായണ ധർമ്മത്തിലെ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് ഓഡിയോ തുറന്ന് പറയാമോ? മഹത്തുക്കളുടെ അഭിപ്രായം അത്രയെന്നാ പറഞ്ഞത്. അതെ, അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിനാം അല്ലെ. മതസ്യ നാമ സർവോപി വാക്യവൈചിത്ര്യ ഭൂഷിതം അല്ലെ. അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിനാം. തത്വവേദികളായ മഹാപുരുഷന്മാര് പറഞ്ഞ അഭിപ്രായമാണ്. മതം എന്ന വാക്ക് സംസ്കൃത ഡിക്ഷണറിയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അഭിപ്രായം എന്ന് അർത്ഥമുള്ളൂ. ആരുടെ അഭിപ്രായമാ? തത്വവേദികളായ. തത്വം എന്ന് പറഞ്ഞ എന്താ? അതാണ് നീ എന്നറിഞ്ഞ, നീ ഈശ്വരനാണെന്നറിഞ്ഞ, ഭക്തൻ ഭഗവാൻ തന്നെ എന്നറിഞ്ഞ, ആ ഏകതയെ അറിഞ്ഞ മഹാപുരുഷന്മാരെയാണ് തത്വവേദികൾ എന്ന് പറയാ. നമ്മൾ തത്വം പറയുക എന്ന് പറഞ്ഞ എന്താ? തതുത്വം, അത് നീയാണ് എന്നറിഞ്ഞവൻ എന്നർത്ഥം. അപ്പോ തത്വവേദികളായ മഹാപുരുഷന്മാർക്ക് രണ്ടഭിപ്രായമില്ല, ഒരു അഭിപ്രായമേ ഉള്ളൂ. അവര് ആ കാലഘട്ടത്തിൽ എന്താണ് വേണ്ടത് എന്ന് അവരവതരിച്ച ആ ശരീരം കൈക്കൊണ്ട കാലഘട്ടത്തിന് എന്ത് ധർമ്മമാണോ വേണ്ടത് അതാണ് പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? അത് ഒരു വിഭാഗമായിക്കൊണ്ട് അത് അവരുടെ ധർമ്മം, ഇത് ഇവരുടെ ധർമ്മം, മറ്റത് മറ്റവരുടെ ധർമ്മം, അങ്ങനെയായി മാറിയേക്കുക. അതുകൊണ്ടാണ് ഗുരു അത് എടുത്തു പറയുക. അതായത് തത്വവേദികളായ മഹാപുരുഷന്മാർ ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ ധർമ്മം, സത്യം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, എല്ലാ മതസ്യ സർവമപി സാരഹ വാക്യവൈചിത്ര്യ ഭൂഷിത. വാക്യങ്ങളുടെ വ്യത്യസ്തത മാത്രമേ അവിടെയുള്ളൂ, ഭാഷയുടെ വ്യത്യസ്തത അവിടെയുണ്ട് അല്ലെ. വേദം എഴുതിയ ഭാഷയിലല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്, ബൈബിളിന്റെ ഭാഷയിലല്ല ഖുർആൻ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പോ ആ ഭാഷയ്ക്ക് വാക്കുകൾക്കും മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാ മതങ്ങളുടെയും തത്വം, സാരം ഒന്ന് തന്നെ. ദേശകാലങ്ങൾക്ക് അനുസരണമായിട്ട് അതിനെ പറയുന്ന വാക്കുകൾ മാത്രമാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവിന്റെ കരുണയും അൻപും ആ സർവ്വതിനെയും ചേർത്ത് വെക്കുന്ന ആ ഏകതയും നമുക്ക് പറയാൻ പറ്റില്ല. ഗുരുവിനെ എങ്ങനെയാണ് ഗുരുവെന്ന ചൈതന്യം എന്ന് വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഈ ലോകത്തിന് ആവശ്യമായ ആ ഏകതയെ ഗുരു നമുക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗുരുവിന്റെ ദർശനത്തെ എല്ലാവർക്കും നെഞ്ചോട് ചേർക്കാൻ പറ്റാത്തത് എന്ന് ആലോചിച്ചു പോകും പലപ്പോഴും നമ്മൾ. കാരണം എല്ലാത്തിനെയും ഒരു കുഞ്ഞുറുമ്പിനെ വരെ ചേർത്ത് വെച്ച ഭഗവാൻ, എല്ലാത്തിനെയും ചേർത്ത് വെച്ച ഗുരുവിനെ എന്തിന്റെ പേരിലാണ് നമുക്ക് ലോകം മാറ്റി നിർത്തുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു പോകും. അപ്പോ ഇവിടെ ഗുരു പറയാണ്, അനേക ഗിരിസംഭൂത നിമ്നകേവ മഹോദതി. ശ്രീനാരായണ ധർമ്മത്തിലൂടെ തന്നെ പറയുക, ഏകം സനാതനം വസ്തു പ്രാപ്യ വിശ്രാമ്യതി സ്വയം. അതായത് അനേകം പർവ്വത, മതത്തെക്കുറിച്ച് പറയുമ്പോൾ, അഭിപ്രായങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, അനേകം പർവ്വതങ്ങളിൽ നിന്നും ഒഴുകി ഒലിക്കുന്ന കൊച്ചു കൊച്ചു കൈ അരുവികള് എല്ലാം ചെന്ന് ലയിക്കുന്നത് എന്ന് എത്തേണ്ട വഴി ആ മഹാസമുദ്രത്തിൽ ചേർന്ന് ലയിക്കുന്നു. അതുപോലെയാണ് എല്ലാ മതങ്ങളും ഏകമായ വസ്തുവിൽ ലയിക്കുന്നു എന്നർത്ഥം. അതായത് വഴികള് പലതാണെങ്കിലും എത്തിച്ചേരേണ്ട ലക്ഷ്യം ഒന്നാണ്. മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്നാണ് എന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു. അതുപോലെ ശ്രീനാരായണ സ്മൃതിയിലെ 50-ാമത്തെ ശ്ലോകത്തില് ഗുരു പറയുന്നുണ്ട്, അത് ഓരോ മതങ്ങളെയും ഗുരു ഒന്ന് എടുത്ത് പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മഹമ്മദാഹ ക്രൈസ്തവാശ്ച ജൈന ബൗദ്ധസ്തദേധരേ ഏകദാപാദനായേവ പ്രയതന്തേ നിരന്തരം. മുഹമ്മദീയരും ക്രൈസ്തവരും ജൈനാഹ ബൗദ്ധ, ജൈനന്മാരും ബൗദ്ധമതക്കാരും, തഥാ അതുപോലെ തന്നെ മറ്റു മതക്കാരും. ഇതരെ എന്നുള്ളതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഇന്ന്
നമ്മൾ പറയുന്ന സാധാരണ സെമിറ്റിക് മതങ്ങളെ പറയുന്ന എല്ലാ മതങ്ങളും ഏകതാപാതനേ പാതനായ ഏവ, ഏകത അപാതനായ ഏവ, ഈ ഏകതയെ കൊണ്ട് ഏകതയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിരന്തരം പ്രയതന്തെ, നിരന്തരം ശ്രമിക്കുന്നത്. ഏതാ ഏകത? പരമാത്മ സത്യം, പരമാത്മ സ്വരൂപം, പരബ്രഹ്മം. അതിനെ ഓരോ മതക്കാരും ഏത് പേരിട്ട് വിളിച്ചാലും എത്തിച്ചേരേണ്ടത് ആ നിത്യശാന്തിയിലേക്കും സുഖത്തിലേക്കുമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ജീവനും ഒരണു പോലും എടുത്ത് മുന്നോട്ട് ചലിക്കുന്നത്. ഈ സമാധാനവും സുഖവും നേടിയ അത് എവിടെ ഇരിക്കുന്നു എന്ന് മാത്രം അറിയില്ല. അത് എന്റെ മതത്തിൽ മാത്രമാണെന്ന് ചിലർ പറയും. അവിടെ ഇരിക്കുന്നതല്ല ശരി, ഇവിടെ ഇരിക്കുന്നതാണ് ശരി എന്ന് പറയും. ഇത് രണ്ടും ശരിയല്ല, തൊട്ടപ്പുറത്തുള്ളതാണ് ശരി എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് കലഹിക്കുമ്പോഴാണ് മതകലഹങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ ഭംഗിയായി നമുക്ക് ശ്രീനാരായണ സ്മൃതിയും ശ്രീനാരായണ സ്മൃതി പോലെ തന്നെ ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കണം. മതമീമാംസ, അതിനെക്കുറിച്ച് വിശദമായ ഭാഷാന്തരീകരണം ഉണ്ടാകണം. അതായത് തർജ്ജമകൾ ഉണ്ടാകണം. എല്ലാ ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യണം. ലോകത്തിത് പ്രചരിക്കണം. ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഗുരുവിന്റെ മതമീമാംസ ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകം പ്രചരിക്കണം. കാരണം അതിന്റെ വെളിവുണ്ടായാൽ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കലഹങ്ങളെല്ലാം അസ്ഥാനത്താകും. അപ്പോ ഇവിടെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകം മതമീമാംസ എന്നറിയപ്പെടുന്നു. ഇവിടെ മീമാംസ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ശ്രീനാരായണ ധർമ്മമാണ്. ശ്രീനാരായണ ധർമ്മത്തിലെ മതം ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആത്മോപദേശ ശതകവും മനസ്സിലാക്കാം. ഇതിലെ ശ്രീനാരായണ സ്മൃതിയിൽ മതദർശനം നിങ്ങൾ എടുക്കുക, എന്നിട്ട് ആത്മോപദേശ ശതകം ഒന്ന് തുറക്കുക, അതിലെ 44, 49 വരെ ശ്ലോകങ്ങൾ എടുക്കുക. ഇന്ന് ചെന്നിട്ട് ചെയ്യേണ്ട ഹോംവർക്കാണത്. എന്നിട്ട് ഈ ശ്രീനാരായണ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളുടെ അതേ ആശയം വരുന്ന ആത്മോപദേശ ശതകത്തിലെ ശ്ലോകങ്ങൾ എത്രയുണ്ട് എടുക്കുക. കാരണം എന്താണോ ഈ ലോകം അറിയാൻ ആഗ്രഹിക്കുന്നത് അത് ശ്രുതിയിലൂടെയും സ്മൃതിയിലൂടെയും അവിടെ നിന്ന് തന്നിരിക്കുകയാണ്. കാരണം ഈ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ നിന്ന് വീണ്ടും 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 നിർദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം പഠനത്തിന് വിധേയമാക്കുകയും തർജ്ജമകൾക്ക് വിധേയമാക്കുകയും ലോകത്തിലേക്ക് ഇത് എത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ്. അതായത് മീമാംസ, മതമീമാംസ എന്ന് പണ്ഡിതന്മാർ അതിന് പേരിടാൻ കാരണം, മീമാംസ എന്ന് പറഞ്ഞാൽ ആദരണീയമായ ചിന്ത എന്നൊക്കെ അർത്ഥം കൊടുക്കാം. പല അർത്ഥങ്ങൾ പറയാം. ആദരണീയമായ ചിന്ത എന്ന് പറയാം, അന്വേഷണം എന്ന് പറയാം, ധ്യാനം എന്ന് പറയാം, അല്ലെങ്കിൽ വേദാർത്ഥങ്ങളും അല്ലെങ്കിൽ വേദത്തിന്റെ പൊരുളിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മീമാംസ എന്നൊക്കെ നമുക്ക് പറയാം. വേദാർത്ഥങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം, ഇതിനെയൊക്കെ നമുക്ക് മീമാംസ എന്ന് പറയാം. നമുക്കിപ്പോ ഇവിടെ എടുക്കുക ആദരണീയമായ ചിന്ത, മതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആദരണീയമായ ചിന്ത 44 മുതൽ 49 വരെ ശ്ലോകങ്ങളിലായി ആത്മോപദേശ ശതകത്തിലെ ഗുരു പറയുന്നു. അതിലെ 47ാമത്തെ ശ്ലോകത്തില് ഗുരു പറയുകയാണ്, ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും ഇതു വാദികളാരും ഓർക്കുകയില്ല. അവിടെ ഇപ്പോ മനോഹരമായ ആത്മോപദേശ ശതകം ചൊല്ലുന്നത് കേട്ടു അല്ലെ? ഒരു ആർക്കെങ്കിലും ഒന്ന് ചൊല്ലാമോ ആ ശ്ലോകം? ഒരു മതമാകുവതി 47ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലൂ. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരുമിതു വാദികളാരുമോർക്കുവില. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിന്റെ രഹസ്യം ഇങ്ങ ശേഷം. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്താ ഇതിന്റെ പൊരുളം നോക്കിയേ, ഭഗവാൻ അതിനകത്ത് ഇതൊന്ന് കേട്ടുപോയിടണം ഇത് ലോകത്തോട് പറയാണ്. അത്ര മനോഹരമായിട്ടാണ് ആത്മോപദേശ ശതകം ചൊല്ലിയത്. പക്ഷെ അത് കേൾക്കുന്തോറും നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം നമുക്ക് തോന്നും. അതുപോലെ അത്രയും മനോഹരമാണ്, ധ്യാനാത്മകമാണ് ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകങ്ങളും. അപ്പൊ പറയാണ്,
ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും. ഉരപ്പത് എന്ന് പറഞ്ഞാൽ പറയുന്നത്, അതായത് ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരും തന്റെ മതത്തോട് കൂറുണ്ടാവുകയും തന്റെ മതം ലോകമതമായി തീരണമെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നു. അവിടെയും ഞാനും എന്റേതും വരുന്നതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. അത് ഗുരുക്കന്മാര് അത് കണ്ടറിഞ്ഞിട്ട് പറയാ, ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ മതത്തോട് മാത്രം കൂറ്, എന്റെ മതം മാത്രം നല്ലത്, നിന്റെ മതം അത് അറിയാൻ പോലും തയ്യാറാവുന്നില്ല. അതിലെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനോ അറിയാനോ പോലും തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഗുരു ആലുവയിലെ സർവമത സമ്മേളനത്തില് ഭഗവാൻ എല്ലാ മതങ്ങളുടെയും മതാചാര്യന്മാരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഗുരു പറഞ്ഞത്, എല്ലാ മതത്തിലും ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള ധർമ്മം അടങ്ങിയിട്ടുണ്ട്, സത്യം അടങ്ങിയിട്ടുണ്ട്. ഒരു മതത്തെയും നമുക്ക് മാറ്റിവെക്കാനോ തള്ളിക്കളയാനോ ദ്വേഷിക്കാനോ പറ്റില്ല. എല്ലാത്തിലും സത്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണമെന്ന് ഭഗവാൻ അവിടുന്ന് അരുളി ചെയ്തത്, ആ സർവമതങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് പറഞ്ഞത് കേവലം ഒരു ശരീരധാരിയായി വന്ന ഒരു മനുഷ്യനാണോ? ആലോചിച്ച് നോക്കൂ. സാക്ഷാത് ധർമ്മം തന്നെ. അധർമ്മം ഈ ലോകത്തുണ്ടായപ്പോൾ ഈ ജീവജാലങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റാതെ വന്നപ്പോൾ, അല്ലെ, ജീവികൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റാതെ വന്നപ്പോൾ, പ്രത്യേകിച്ച് മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യർക്ക് ഇവിടെ ജീവിതം അസാധ്യമായപ്പോൾ ഈശ്വരൻ തന്നെ, ധർമ്മം തന്നെ, പരബ്രഹ്മ സ്വരൂപം തന്നെ ഒരു ശരീരം എടുത്തുകൊണ്ട് വന്നല്ലേ പറഞ്ഞത്. അത് നമുക്ക് ഇനി, കാരണം ഗുരുവിന്റെ ഈ ഉപദേശ സ്വീകരണത്താൽ അല്ലാതെ, ഈ ഏകദാ സ്വീകരണത്താൽ അല്ലാതെ ഇന്ന് രാജ്യം നേരിടുന്ന യുദ്ധത്തിനോ അല്ലെങ്കിൽ കെടുതികളിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയില്ല എന്നുള്ളത് പരമമായ സത്യം തന്നെയാണ്. ഈ ഉപദേശ സ്വീകരണത്താൽ അല്ലാതെ, കാരണം അതിനുള്ളതെല്ലാം ഭഗവാൻ സർവ്വതിനെയും ചേർത്ത് വെക്കുന്ന സമന്വയത്തിന്റെ ദർശനമാണ് ഗുരുവിന്റെ ദർശനം. അതുകൊണ്ടാണ് അപ്പോ ഓരോ ഗുരു പറയാണ്, ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും. ഇത് വാദികൾ ആരും ഓർക്കുകയില്ല, വാദിക്കുന്നവർ അറിയുന്നില്ല. എല്ലാവരും തന്നെ പറയുന്നത് തങ്ങളുടെ മതം ശ്രേഷ്ഠമാണെന്നും അത് സ്വീകരിക്കണമെന്നും അതിൽ സ്വർഗമുണ്ടെന്നും അതിലാണ് സമാധാനം എന്നും എല്ലാവരും പറയുന്നു. അങ്ങനെ അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇങ്ങനെ നിലവിലുള്ള എല്ലാ മതങ്ങളും ഇതാണ് ചെയ്യുന്നത്. തന്റെ മതത്തെ സ്ഥാപിക്കാനാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോ ഗുരു പറയാണ്, പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യമീങ്ങ ശേഷം. മതരഹസ്യം അറിഞ്ഞിരിക്കുന്നത് അതായത് മറ്റു മതങ്ങളെ കുറിച്ച് തർക്കമൊന്നുമില്ലാത്ത, എല്ലാ മതങ്ങളിലും സത്യം കാണുന്ന, വാദങ്ങളില്ലാത്ത പരമ സത്യത്തെ അറിഞ്ഞ മഹാപുരുഷന്മാരാണ് മതങ്ങളുടെ യഥാർത്ഥ സത്യത്തെ അറിയുന്നത്. ആലോചിച്ച് നോക്കൂ. ഓരോ മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ഇത് കേൾക്കണം. എന്നിട്ട് ഓരോ സമൂഹത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന സമന്വയത്തിന്റെ ദർശനം ലോകത്തിൽ പുലരണം. ഇതാണ് ഇന്ന് കലികാലത്തിന് ആവശ്യമായിട്ടുള്ള ഗുരുവിന്റെ മതദർശനം. എല്ലാ മതങ്ങളിലും ഒരു മതത്തെ അവർ കാണുന്നത്. അപ്പോ ഗുരു പറയൂല്ലേ, ക്രൈസ്തവര് വന്നിട്ട് പറഞ്ഞില്ലേ ഗുരുവിനോട് ക്രിസ്തു മതം സ്വീകരിക്കാൻ. അപ്പൊ ഗുരു പറഞ്ഞല്ലോ, നാം പണ്ടേ അതാ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. ഗുരുവിന്റെ പ്രായത്തിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളോട് പറഞ്ഞു, ഞാൻ അതിനു മുൻപേ നിങ്ങൾക്ക് മുമ്പേ ഇത് സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. മുഹമ്മദിയരോട് പറയുന്ന, നിങ്ങൾക്ക് മുമ്പേ നാം അത് തന്നെയാണല്ലോ, അല്ലെ? അപ്പോ പല മതത്തിലും എല്ലാ മതങ്ങളിലും ഒരു മതത്തെ കണ്ടു ഗുരു. അപ്പൊ അതുകൊണ്ട് മതങ്ങളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിദ്വേഷങ്ങളും മഹാപുരുഷന്മാർക്കില്ല എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോ പണ്ഡിതന്മാർ മാത്രമാണ് ഇതിന്റെ രഹസ്യം പൂർണ്ണമായി അറിയുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 44-ാമത്തെ ശ്ലോകം നമ്മളുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാള സെക്കൻഡിലെ ഒരു ശ്ലോകമായി കനിവോടെ വിദ്യാഭ്യാസ വകുപ്പ് അത് കൊടുത്തത് എപ്പോഴും നമ്മൾ ആദരവോടെ ഓർത്തു പോകുന്നു. അത് പലമത സാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം.
അല്ലെ? പല മതങ്ങളുടെയും ഇത് തന്നെയല്ലേ ധർമ്മത്തിലൂടെയും പറയണത്. ശ്രീനാരായണ ധർമ്മത്തിലൂടെയും ഗുരു പറഞ്ഞു തന്നത് സാരം എന്ന് പറഞ്ഞ എന്താ? തത്വം. എല്ലാ മതങ്ങളുടെയും ബേസിക് പ്രിൻസിപ്പിൾ, അതാണ് സാരം. പല മത സാരവും ഏകം, അതൊന്നാണ്. അതുകൊണ്ട് ഗുരു പറയാണ്, ഗുരു നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നീ ബൈബിള് വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഇവിടുന്ന് ആരും പുറത്താക്കില്ല. നീ പഠിച്ചോളൂ, നീ ഖുറാൻ പഠിച്ചോളൂ. അതുകൊണ്ടല്ലേ പറഞ്ഞ നാം സ്ഥാപിക്കുന്ന ധർമ്മസംഘത്തിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ഒരു നേരത്തെ പറഞ്ഞല്ലോ, ധർമ്മ ഏവഹി ബോദ്ധവ്യ മന്തവ്യ അനുഷ്ഠേയ ഉപദേഷ്ടവ്യ. അതല്ലേ ഗുരു കാണിച്ചു തന്നെ. അതിനെ അറിഞ്ഞു, വിചാരിച്ചു, പിന്നെ എന്ത് ചെയ്തു? അത് അനുഷ്ഠിച്ചതിന് ശേഷമാണ് അത് ഉപദേശിച്ചത്. അതാണ് ഗുരുവിന്റെ പാത, ഒരു ദർശനം അതാണ്. ശ്രുതിയായാലും സ്മൃതിയായാലും ഇവിടെ എല്ലാം പറയുന്നത് സനാതനമായ സത്യം തന്നെയാണ്. അപ്പോ പല മതസാരവും ഏകമെന്നറിയാതെ ആനയെ കാണാൻ പോയ അന്ധരെ പോലെ, അല്ലെ? അന്ധർക്ക് നമ്മൾ പലപ്പോഴും കേട്ട് നിങ്ങൾ പരിചയിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. എങ്കിലും എത്ര കേൾക്കുമ്പോഴും എന്തൊക്കെയോ ഒരു മനസ്സിലാക്കായിക ഉള്ളിലേക്ക് വന്നു കയറും. ഇതിന്റെ ആശയത്തെ പൂർണ്ണമായി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോരുത്തരും പരിമിതമായ അറിവാണ് ഈശ്വരനെ കുറിച്ച് തരുന്നത്. പൂർണ്ണമായ അറിവ് എടുക്കാൻ ആരും, എല്ലാ മതത്തിലും ഉണ്ട് പൂർണ്ണതയെ തരുന്ന അറിവുകൾ. അത് സ്വീകരിക്കുന്നില്ല. ഒരറ്റം മാത്രം പിടിച്ചിട്ട് അതും മാത്രം. ഇപ്പോ യേശുവിന്റെ കാലത്ത് ജീസസ് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ മതം മാത്രം മതിയോ? അവിടെ സാഹോദര്യം വേണ്ടേ? സമത്വം വേണ്ടേ? അതും വേണ്ടേ? അതും ആ ധർമ്മവും സ്വീകരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ഒരറ്റം മാത്രമാണ് ഓരോരുത്തരും പറയുന്നത്, അന്ധരാനയെ കണ്ട പോലെ. അപ്പോ ഗുരു പറയാണ്, ഇത് പലമത സാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം. ഒരു ഭാഗത്തെ മാത്രം പിടിച്ച് ചർച്ച ചെയ്ത് പാമരന്മാരാകാതെ സർവ്വതിനെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങൾ എടുത്തിട്ട് ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മത്തിന്റെ 2-ാം അധ്യായം എടുത്തിട്ട് മതനിരൂപണം എടുത്തിട്ട് അതിലെ സമാനമായി വരുന്ന ആശയം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം, അറിയണം. അപ്പോ അവിടെ ഈ ആശയം ശ്രീനാരായണ ധർമ്മത്തിൽ വെറുതെ നോട്ട് ചെയ്ത് വെക്കുക. 52, 53 ശ്ലോകങ്ങൾ ശ്രീനാരായണ സ്മൃതിയില് 52, 53 ശ്ലോകത്തിൽ ഈ ആശയമാ ഉള്ളത്. സാമാന്യ സത്താ സർവേഷാം മതാനാം അനുബന്ധിനി ഏകൈവാദോപ്യേകമേവ മതം യുക്തി ചമത്കൃതം. അതായത് സാമാന്യ സത്താ സർവേഷാം മതാനാം അനുബന്ധിനി, എല്ലാ മതങ്ങളുടെയും സാമാന്യമായ നില ഒന്നിനോട് ചേരുക, ആ ഏകതയോട് ചേരുക, പരമമായ സത്യത്തോട് ചേരുക എന്നതാകയാൽ യുക്തി അനുസാരം, യുക്തി ചമത്കൃതം അല്ല, യുക്തി അനുസാരം എന്ത് ചെയ്യണം? എല്ലാ മതങ്ങളും ഒരു മതമായി തന്നെ, ഒരു മതം എന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആശയം നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒരൊറ്റ ആശയത്തിലേക്ക് എത്തുവാനുള്ള വഴികളായതുകൊണ്ട് എല്ലാം ഒരൊറ്റ ആശയത്തെ പറഞ്ഞു തരുന്നവയാണ് എന്ന് പറയാണ്. ഏകഏവ അതോപ്യേകമേവ മതം, ഏകൈവാദോപ്യേകമേവ മതം, ഏകഏവ എല്ലാത്തിന്റെയും യുക്തി ഒന്നായതുകൊണ്ട് അതഹ ഏകഏവ മതം ഏകമാണ്. യുക്തിക്കനുസരിച്ച് മതം ഏകമാണ്. കാരണം എല്ലാവരും പല വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു വഴിയിലേക്ക് എത്തുന്നതെങ്കിലും സഹയാത്രികർ നമുക്ക് പറഞ്ഞുകൂടെ? അവരെയൊക്കെ ശിവഗിരിയിലേക്കാണ് എത്തുന്നത്. പലരും പല മാർഗങ്ങളിലൂടെ പല സ്ഥലങ്ങളിൽ നിന്നാ വരണത്. എത്തിച്ചേർന്നത് ഒരിടത്തേക്കല്ലേ? അപ്പൊ നമ്മളെല്ലാവരും സഹയാത്രികരാണ്, സഹധർമ്മികളാണ്, ഒരുമിച്ച് ഒരേ ഒരു സത്യത്തെ തേടുന്നവരാണ്, ഒന്നാണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ 53-ാമത്തെ ശ്ലോകം ശ്രീനാരായണ സ്മൃതിയിലും പറയാണ്, അനേക മതസിദ്ധാന്തം അജ്ഞാത്വേകം ഹി ഹസ്തിനി അന്ധായിവ വിദണ്ഡോക്തേർ മൂഢാ മുഹ്യന്തി നേതരെ. നോക്കൂ, ഇവിടെയൊക്കെ ഒരു ഉലകിൽ ആനയിൽ അന്ധരെന്ന പോലെയൊക്കെ ഇവിടെയും ഗുരു ചേർത്ത് വയ്ക്കുന്നുണ്ട്. അനേക മതസിദ്ധാന്തം അജ്ഞാത്വ ഏകം ഹി ഹസ്തിനി.
അന്ധായിവ വിദണ്ഡോക്തേർ മൂഢാ മുഹ്യന്തി നേതരേ. അതായത് അനേക മതസിദ്ധ ഇതരേ തേ, ഇനി മറ്റുള്ളവരായിക്കൊള്ളട്ടെ, മറ്റു മനുഷ്യരെ കുറിച്ച് പറയാ. ഇതരേ തേ അനേക മതസിദ്ധാന്തം, അനേക മതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തത്വം ഏകം ഇതി അജ്ഞാത്വ, ഒന്നാണെന്നറിയാതെ, എല്ലാ മറ്റു മതങ്ങളിൽ ഇരിക്കുന്ന അവർ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാവുന്നില്ല. വെറുതെ കണ്ണുമടച്ച് ദ്വേഷിക്കുകയാണ്. ഇന്നലെ ഏതോ ഒരു വീഡിയോ, അതിനകത്ത് അരുവിപ്പുറം പ്രതിഷ്ഠയെ കുറിച്ച് പറയാണ്. പിണ്ടനന്ദിയിൽ ഗുരു പറഞ്ഞിട്ടുണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ഇത് വെറും ശിലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ എന്തോ ഒരു സ്പീച്ച്. എന്നിട്ട് അതിങ്ങനെ കേൾക്കുവാണ്, കേട്ട് ഫോർവേഡ് ചെയ്ത് ക്ലാപ്പ് ചെയ്ത് പോവുക. അപ്പൊ അതിനകത്തൊന്ന് തിരിച്ചു ചോദിക്കാൻ അറിവുള്ളവർ വേണ്ടേ? ഈ വീഡിയോയില് ഈ കേട്ടതില് പിണ്ടനന്ദിയിലെ ഏത് വാചകമാണ് ആ ആശയത്തെ കുറിക്കുന്നത് എന്ന് ചോദിക്കാൻ ആരും ഇല്ല. കാരണം അതിലേക്ക് ഇറങ്ങുന്നില്ല. അറിയാതെ ആനയിൽ അന്തൻ എന്നതുപോലെ വെറുതെ കേട്ട് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഗുരുവിന്റെ കൃതികൾ പഠിക്കാതെ, ഭഗവാന്റെ ശ്രീനാരായണ സ്മൃതി അറിയാതെ, ഭഗവാന്റെ വിഗ്രഹ പ്രതിഷ്ഠകൾ എന്തിനാണെന്ന് തത്വം അറിയാതെ, ഭഗവാൻ സ്ഥാപിച്ചു തന്ന മഠങ്ങളും ആശ്രമങ്ങളും ലോകസേവന കേന്ദ്രങ്ങളുടെ തത്വം എന്തെന്നറിയാതെ ഗുരുവിനെ കുറിച്ച് വിമർശനം പറയുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുവാൻ ആരും പാടുള്ളതല്ല. അത് ഏറ്റവും അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. അത് ഒരു വലിയ മഹാപാതക ഹേതുകം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അറിയണ്ടേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതെന്താണ്, പിണ്ടനന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അരുവിപ്പുറം പ്രതിഷ്ഠയിൽ അവിടെ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന മഹാമന്ത്രത്തിന്റെ പൊരുൾ എന്താണ് അറിയണ്ടേ? അതറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നാവാണ് അതിനെതിരെ ശബ്ദിക്കാനായിട്ട് മുതിരുക? അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ പഠിക്കാതെ ഗുരുവിന്റെ കാര്യത്തില് അഭിപ്രായം പറയുന്നവരോട് സംസാരിക്കാൻ പോലും നിൽക്കരുത്. കാരണം പഠിച്ചിട്ട് വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, തശ്രവണം തത് കഥനം അന്യോന്യം തത് പ്രബോധനം എന്ന ഉപനിഷത്ത് സത്യം ഉണ്ട്. ഗുരുക്കന്മാര് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. പറഞ്ഞോളൂ, പരസ്പരം ചർച്ച ചെയ്തോളൂ. എന്നിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം, അല്ലാതെ തർക്കിച്ച് എന്റേത് ജയിക്കാൻ വേണ്ടി ആവരുത്. പരസ്പരം നമ്മൾ സത്യം അറിയാൻ വേണ്ടി നമുക്ക് വാദിക്കാം, അല്ലാതെ എന്റേത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വാദം ആകരുത് എന്ന് നമുക്ക് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പറയാണ് ഇതരേത്തെ മറ്റു ചിലരെ അനേക മതസിദ്ധാന്തം ഏകം ഇതി അജ്ഞാത്വ, അനേക മതങ്ങളിലും അടങ്ങിയിരിക്കുന്ന തത്വം ഒന്നാണെന്ന് അറിയാതെ, വിദണ്ഡോക്തേഹേ പറയാ, ശ്രീനാരായണ ധർമ്മത്തിൽ പറയാ, വിദണ്ഡോക്തേഹേ മിഥ്യാവാദം, വെറുതെ അന്ധരായിട്ട് വാദിക്കുകയാണ്. വിദണ്ഡോക്തേഹേ ഹസ്തിനി മൂഢാഹ. കണ്ട, ആനയെ കണ്ടിട്ട് മൂഢന്മാരെ അന്താഹ ഇവ, അല്ലെ? അതായത് ആനയെ കണ്ട കുരുടന്മാരെ പോലെ, അന്ധന്മാരെ പോലെ മുഹ്യന്തി, വെറുതെ പലതും പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ ദൈവമായി ആരാധന ചെയ്യാൻ ഗുരു പറഞ്ഞിട്ടുണ്ടോ? അപ്പോ അതെല്ലാം ആ കാലങ്ങളിലൂടെ എത്രയോ കടന്നുപോയി. പിന്നെ കടന്നു വന്നപ്പോഴാണ് അറിയണത് മനുഷ്യന്റെ സർവ്വജീവികളിലും ഇരിക്കുന്ന ഈശ്വര സത്ത സർവ്വതും ഈശ്വര സ്വരൂപികളാണ്. നമുക്ക് മുന്നേ കടന്നുപോയ ദൈവം എന്ന് കരുതി നമ്മൾ സങ്കല്പിക്കുന്ന കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും യേശുവാണെങ്കിലും എല്ലാതും മനുഷ്യ ശരീരം സ്വീകരിച്ചു വന്നവരാണ്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നാവിന് ശക്തി വന്നപ്പോഴാണ് ആ ചോദ്യശരങ്ങളുടെ ശക്തി കുറഞ്ഞു വരുന്നത്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഗുരുവിനെ പറയുമ്പോൾ ഗുരുവിനെ പഠിക്കാനെങ്കിലും ശ്രമിക്കണം. ഗുരുവിന്റെ കൃതി എഴുതി വെച്ചിരിക്കുന്ന തന്നിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അറിയാതെ എങ്ങനെയാ നമുക്ക് പറയാൻ സാധിക്കുക? അപ്പോ അതുകൊണ്ട് വിദണ്ഡോക്തിയിലൊന്നും പോയി പെട്ടുപോകരുത്. അപ്പോ അതും 53-ാമത്തെ ശ്ലോകം ശ്രീനാരായണ ധർമ്മത്തിലെ 44-ാമത്തെ ശ്ലോകം 52-ഉം 53-ഉം ചേർത്ത് വെച്ച് നിങ്ങൾക്ക് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാം കേട്ടോ. 44-ാമത്തെ ശ്ലോകം പഠിപ്പിക്കുമ്പോഴേ ആത്മോപദേശ ശതകത്തിലെ 44-ാമത്തെ ശ്ലോകം പഠിപ്പിക്കുമ്പോൾ ഇത് തന്നെ ഭഗവാൻ ശ്രീനാരായണ സ്മൃതിയിലും നമുക്ക് തന്നിട്ടുണ്ട്. 52-ഉം 53-ഉം അതും. കാരണം എന്തുകൊണ്ട് അത് സ്മൃതിയിലും ചേർത്ത് വെച്ചത് അറിഞ്ഞില്ലേ? ധർമ്മത്തെയും അധർമ്മത്തെയും വിവേചിച്ച് പറഞ്ഞു തരണം ഗുരു.
കാരണം ഏറ്റവും കൂടുതൽ അധർമ്മം ഇരിക്കുന്നത് ജാതിയെയും മതത്തെയും ദൈവത്തെയും കുറിച്ചുള്ള ചിന്തകളിലാണ് മനുഷ്യർക്ക് എന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് അവിടെയും ഗുരു ഇത് ചേർത്ത് വെച്ച് തന്നത്. അവിടെയും ഈ ഗുരു ചേർത്ത് വെച്ച് തന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 44-ാമത്തെ മന്ത്രം പഠിക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മത്തിലെ എത്രാമത്തെ ശ്ലോകമാണ് ഒന്ന് കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? 53. 53. അതുപോലെ തന്നെ 52. നമുക്ക് 52. ആദ്യത്തെ വരിയുടെ അർത്ഥവും ഫലമത സാരവും ഏകം സാമാന്യ സത്താ സർവേഷാം, അല്ലെ? അതും ചേരില്ലേ? ചേരും. 52, 53 ശ്ലോകങ്ങൾ നമുക്ക് 44-ാമത്തെ ശ്ലോകത്തിന്റെ കൂടെ ചേർത്ത് സ്മൃതിയിലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ആത്മോപദേശ ശതകത്തിലെ നമ്മൾ പറഞ്ഞു മതമീമാംസ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളാണ് മതമീമാംസ. മീമാംസ ശ്രേഷ്ഠമായ ചിന്തയാണ്, പരമസത്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ്. അപ്പോ ഗുരു 46-ാമത്തെ ശ്ലോകത്തിൽ നമ്മോട് പറയുന്നു, പൊരുതു ജയിപ്പതസാധ്യമൊന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഇത് ആർക്കെങ്കിലും ഒന്ന് ശ്ലോകം ചൊല്ലാമോ? ഇതൊന്ന് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? സാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഈ ശ്ലോകം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണില്ലേ ഇന്നിപ്പോ യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധം ഇല്ലേ എന്ന് ചോദിച്ചു തുടങ്ങുക? ഒരു ത്രില്ലാണ്. യുദ്ധം ഇല്ലേ, അല്ലെ? ഓരോ മനുഷ്യന്റെയും മനസ്സ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മതങ്ങൾ തമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആടലാഴി, അല്ലെ? പരസ്പര വിദ്വേഷം. അപ്പൊ ഗുരു പറയാണ്, ശരിക്കും കണ്ണീര് വരും നമുക്കിത് കേൾക്കുമ്പോൾ, അല്ലെ? ലോകം ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ നമ്മള് ഭഗവാനോട് പ്രാർത്ഥിച്ചു പോവുകയാണ്. പൊരുതു ജയിപ്പത് അസാധ്യം. പരസ്പരം പൊരുതി വിജയിക്കുക അസാധ്യമാണ്. യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ തെച്ചുമിനുക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത് പൊരുതിക്കോളൂ, പക്ഷെ വിജയിക്കുക അസാധ്യം. പരസ്പരം പൊരുതിയാൽ ഒരു മതവും നിശേഷം നശിപ്പിക്കാമെന്ന് കരുതണ്ട. ഓരോ മതവും ഓരോ സത്യദർശികളുടെ ഓരോ കാലത്തിലെയും അഭിപ്രായങ്ങളാണ് ഓരോ മതം എന്ന് പറഞ്ഞാൽ ആ മതത്തെ ആർക്കാണ് പൊരുതി ജയിക്കാൻ സാധിക്കുക? അതുകൊണ്ട് പരസ്പരം പൊരുതിയാൽ ഒരു മതവും നശിക്കില്ല. നശിപ്പിക്കാൻ വേണ്ടി പൊരുതണ്ട. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ പൊരുതിക്കോളൂ, ജയിക്കില്ല. ഗുരു പറയാണ് മറ്റു മതങ്ങളുടെ ദോഷത്തെ പറ്റി പറയുന്നവര് ഈ പറഞ്ഞ തത്വം ഓർക്കുന്നില്ല. അതായത് ഒരു മതത്തിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ മതമാണ് നല്ലതെന്ന് കരുതി ആ മറ്റു മതത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നവർ ഓർത്തോളൂ, ഒരിക്കലും ആ മതത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് ജയിക്കാനും സാധ്യമല്ല. ഇനി ഇത് നിങ്ങൾ ഓർക്കാതെ, പരമതവാദി ഇത് ഓർത്തിടാതെ, ഇത് ചിന്തിക്കാതെ നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. പൊരുതി നശിക്കുമെന്ന് ബുദ്ധി ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് ഗുരുവിന്റെ കൃതി എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക, മനുഷ്യന്റെ കർണപുടങ്ങളിലേക്ക് നിറച്ചു കൊടുക്കുക. കാരണം എത്രയോ മനുഷ്യരുടെ ജീവൻ എടുക്കും, എത്രയോ മാറാരോഗങ്ങൾ വരും, എത്രയോ മനുഷ്യർ നിസ്സഹായരായ നിരപരാധികളായ എത്രയോ മനുഷ്യരുടെ ജീവിതം പൊലിയും. എത്രയോ ജീവജാലം ഒരു പറയുന്ന പോലെ മനുഷ്യന്റെ ഈ സ്പർദ്ധയിൽ പെട്ടിട്ട് എത്രയോ ജീവജാലങ്ങള് നശിച്ചു പോകും. ആലോചിച്ച് നോക്കൂ. അപ്പോള് സമാധാനത്തിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, സമന്വയത്തിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാ മതങ്ങളിലും സത്യമുണ്ട് എന്നുള്ള ആ ഏകതയാണ് ഇന്ന് ലോകം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം.
പൊരുതുന്നവരോടൊരു ശാപവാക്ക് എന്ന പോലെ ഋഷിവചനമാണ്. പൊരുതരുതേ. പൊരുതിയാല് നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ഒരു മതത്തെയും പൊരുതി പരാജയപ്പെടുത്താനും സാധ്യമല്ല. ഇനി ഇത് കേൾക്കാതെ പൊരുതിയാല് പൊലിഞ്ഞിടുമെന്ന് ബുദ്ധി വേണം. ഋഷിയുടെ വാക്കാണ്. കേൾക്കണം, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ പൊരുതി പൊലിഞ്ഞു പോകാം. ഇതാണ് പറയുന്നത്. ഭഗവാനെ അവിടുന്ന് ഈ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ഈ മഹാമന്ത്രം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അത് നമുക്ക് അതിനോട് 46-ാമത്തെ ആത്മോപദേശ ശതകത്തിലെ 46-ാമത്തെ ശ്ലോകത്തോട് ചേർത്തിട്ട് നമുക്ക് 54-ാമത്തെ സ്മൃതിയില്, ശ്രീനാരായണ സ്മൃതിയില് 54-ാമത്തെ മന്ത്രം ചേർത്ത് വെച്ച് പഠിക്കാട്ടോ. ശ്രീനാരായണ ധർമ്മം കയ്യിലുണ്ടോ? നിങ്ങൾ ചൊല്ലാറുണ്ടോ ശ്രീനാരായണ ധർമ്മമൊക്കെ? അതിനകത്ത് ചൊല്ലുമ്മ. 54-ാമത്തെ മന്ത്രം ഒന്ന് ചൊല്ലാമോ? ശ്രീനാരായണ ധർമ്മത്തിലെ കയ്യിലുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ടാവില്ല അല്ലെ? മദാനി ജേതും ശക്യാനി ന വാദേന മിതോ ബലാത് പ്രമാദേന മദദ്വേഷി വാദമാത്രേണ നശ്യതി. ഒന്നുകൂടെ ചൊല്ലിക്കോളൂ. ചൊല്ലാൻ അറിയില്ലാത്തവർ ഒന്നുകൂടെ കേട്ടോട്ടെ. മദാനി ജേതും ശക്യാനി ന വാദേന മിതോ ബലാത് പ്രമാദേന മദദ്വേഷി വാദമാത്രേണ നശ്യതി. ആരോടാ പറഞ്ഞ്? ഇത് ശ്ലോകമായി നമ്മൾ ചൊല്ലി പോകുന്നു. ഇത് ആരോടാ പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ഇത് ആരോടാ പറഞ്ഞത്? ഗുരു പറഞ്ഞില്ലേ നമുക്ക് ആരുമില്ലല്ലോ എന്ന്. ചില സന്ദർഭങ്ങളിൽ ഗുരു പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് പറഞ്ഞത് സ്വീകരിക്കാതെ വരുമ്പോഴല്ലേ അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അഹേതുക കൃപാസിന്ധുക്കളാണ് ഗുരുക്കന്മാര്. അതായത് ഒരു കാരണവുമില്ലാതെ ഈ ലോകത്തോട് കൃപ കാണിക്കുന്നു. അവർക്ക് വേണ്ടിയല്ല, ഈ ലോകത്തോടുള്ള അപാരമായ കാരുണ്യം കൊണ്ടാണ് അവർ ആ കൃപ കാണിച്ചത്. ആ കൃപയെ നമ്മൾ ഏറ്റുവാങ്ങിയില്ല. അതാണ് മദാനി ജേതും ശക്യാനി ന വാദേന മിതോ ബലാത് പ്രമാദേന മദദ്വേഷി വാദമാത്രേണ നശ്യതി. നോക്കൂ, വാദേന മിതഹ ബലാത്, വാദം കൊണ്ടോ പരസ്പരം വാദകോലാഹലങ്ങൾ കൊണ്ടോ, മിതഹ അന്യോന്യമുള്ള പരസ്പരമുള്ള ആ എന്താ പറയാ ശരീരബലം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുബലം കൊണ്ടോ മദാനി ജേതും ന ശക്യാനി, അല്ലെ? മതങ്ങളെ ജയിക്കുവാൻ സാധ്യമല്ല. ആലോചിച്ച് നോക്കിയത്, അതിലേക്ക് തന്നെ മനസ്സ് പോയി പോവാണ് അവന്റെ വാക്കുകളുടെ പൊരുള്, അല്ലെ? അപ്പൊ ശരീരബലം കൊണ്ടോ വാഗ്ബലം കൊണ്ടോ ഒന്നും മതങ്ങളെ ജയിക്കാൻ വേണ്ടി നിങ്ങൾ കലഹിക്കല്ലേ, സാധ്യമല്ല എന്ന് ഗുരു പറയാണ്. അന്യമതങ്ങളെ ദുഷിക്കുന്നവർ മതദ്വേഷി വാദമാത്രേണ നശ്യതി. കണ്ട, പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. മതദ്വേഷി വാദമാത്രേണ നശ്യതി. അന്യമതങ്ങളെ ദുഷിക്കുന്നവർ സ്വയം നശിക്കുന്നു. കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കൂ, കണ്ണുള്ളവർ കാണൂ, ചെവിയുള്ളവർ കേൾക്കൂ, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കൂ. അത്രേ നമുക്ക് പറയാനുള്ളൂ. അദാനി ജേതും ശക്യാനി ന വാദേന മിതോ ബലാത് പ്രമാദേന മദദ്വേഷി വാദമാത്രേണ നശ്യതി. വാദകോലാഹലത്താലോ ശരീരബലം കൊണ്ടോ മതങ്ങളെ ജയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ അന്യമതങ്ങളെ ആര് ദ്വേഷിക്കുന്നുണ്ടോ അവര് സ്വയം നശിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഒരു മതം എന്താണ് മതമെന്നും ഭഗവാന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് ആത്മോപദേശ ശതകത്തിൽ ഗുരുവിന്റെ മതസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മോപദേശ ശതകത്തിലെ 49-ാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? വളർന്നു വരുന്ന തലമുറയില് മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ അറിഞ്ഞ് ഈ ലോകത്ത് സമാധാനവും ശാന്തതയും പുലർത്താനും അതിനധിഷ്ഠിതമായി ജീവിക്കാനും ഒക്കെ ഇനി വരുന്നൊരു തലമുറയിലേക്കാണ് ഇത് പകർന്നു കൊടുക്കേണ്ടത്. ഒരു 49-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാഭി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകമെന്നു ചിന്തിച്ച് അഘമണയാതകതാരമർത്തിടേണം. നോക്കൂ, ചിലരും ആത്മസുഖത്തിനായി ഒന്ന് ചൊല്ലാമോ ആത്മോപദേശതകം? നിങ്ങൾ ചൊല്ലുമ്പോൾ കേൾക്കാറ് സുഖമുണ്ട്.
അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതം ഏകം ചിന്തിച്ചകമണയാതകതാരമർത്തിടേണം. എത്ര കാരുണ്യത്തോടെ ഒരു പിതാവ് ഒരു കുഞ്ഞു കുട്ടിയെ തോളത്ത് ചേർത്ത് വെച്ചിട്ട് പറയുക, ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഗുരു ഉപദേശിക്കുക. ഈ അഖിലർ, ഈ ലോകത്തെ എല്ലാവരും കുഞ്ഞു ഉറുമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് പോലും അതിന്റെ സുഖം തേടി, അതിന്റെ ആഹാരം തേടിയാണ് അത് ഇഴഞ്ഞു പോണത്. എവിടെ കിട്ടും? അതിന് സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കാനുള്ള ഉപാധി തേടിയാണ് അത് സഞ്ചരിക്കുന്നത്. നാം ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പുലർകാലത്തില് ഈ സ്വാധ്യായം ചെയ്യാനായിട്ട് ഈ സത്സംഗത്തിൽ വന്നിരുന്നത്? സുഖം കിട്ടുന്നുകൊണ്ടാണ്. സുഖം കിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് അശാന്തതയാണ്, ഇങ്ങോട്ട് ആരും വരില്ലല്ലോ. അപ്പോ അഖിലരും ആത്മസുഖത്തിനായിട്ടാണ് സകല പ്രയത്നവും ഇവിടെ ചെയ്യുന്നത്. അപ്പൊ സുഖം ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠ അല്ല. ജാതിയിലല്ല സുഖയിരിക്കുന്നത്, മതത്തിലല്ല സുഖയിരിക്കുന്നത്. സുഖയിരിക്കുന്നത് അവനവനിലാണ്, പൊരുളിലാണ്, സ്വരൂപത്തിലാണ്. ഇതൊന്നും അറിയണ്ടേ? അപ്പൊ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. സദാ അഭി, എല്ലായ്പ്പോഴും സകലവും, സകല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു? ഇപ്പൊ കുഞ്ഞുങ്ങളെ വളർത്താനായി ജോലി ചെയ്യാൻ പോകുമ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുക, അല്ലെങ്കിൽ അവരെ നല്ല സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആനന്ദം മനസ്സിൽ കണ്ടിട്ടാ. അത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. എല്ലാവരും എന്തു പ്രവൃത്തിയിലും വിഷയങ്ങൾക്കപ്പുറം ആത്മസുഖമാണ്, ആത്മനിഷ്ഠമാണ് സുഖം, വസ്തുനിഷ്ഠ അല്ല. അതാണ് ബേസിക്. ഗുരു പറയാണ്, അതുകൊണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉറങ്ങുന്നതും ഉണ്ണുന്നതും ജോലി ചെയ്യുന്നതും പരസ്പര സംവാദങ്ങളിൽ ഏർപ്പെടുന്നതും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും എല്ലാം തന്നെ സുഖം ആത്മീയമായി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് സന്തോഷം എപ്പോഴും ആത്മാവിന്റെ മാത്രം സ്വരൂപമാണ്. അപ്പൊ അതുകൊണ്ട് ഗുരു പറയാ, ഇത് ആർക്കാണ് ഇതല്ല എന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ഈ അഭിപ്രായത്തിന് ഒരു എതിര് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല. പറഞ്ഞാൽ അത് സമർത്ഥിക്കാനും സാധ്യമല്ല. ഗുരു പറയാണ്, ജഗതിയിൽ ഇമ്മതം ഏകം. ഈ ലോകത്ത് ഈ മതമാണ് ഏകം. ഒരു കുഞ്ഞുറുമ്പിന്റെ ഉള്ളിലിരുന്ന് പോലും സ്പന്ദിക്കുന്ന ആ ആത്മാവ്, അതിന്റെ സ്വരൂപമായ സച്ചിദാനന്ദമായ സുഖം, അതാണ് ഏകമതം, ആത്മമതം. അവിടെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. മദ്യത്തിലോ ജാതികൾക്ക് വേണ്ടി കലഹിക്കുമ്പോഴോ മതത്തിന് വേണ്ടി കലഹിക്കുമ്പോഴോ അല്ല. ബാഹ്യമല്ല മതം, ആന്തരികമാണ്. ആന്തരികമാണ്, ബാഹ്യമല്ല. ഈ സത്യം ഒന്ന് അറിയണ്ടേ നമ്മള്? പറയാണ്, ജഗതിയിൽ ഇമ്മതമേകം. ഇത് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മനസ്സിലാവും. എന്നിട്ട് അഘമണയാതെ, ഇപ്പൊ ചെന്ന് പെടാൻ പോകുന്ന യുദ്ധവും കലഹങ്ങളും എല്ലാം പാപമല്ലേ? എത്ര നിരപരാധികളാണ് ഈ അഘത്തിൽ, പാപത്തിൽ പെട്ടുപോകാൻ പോകുന്നത്? സമാധാനത്തിന്റെ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തട്ടെ. നന്മയുടെ സന്ദേശങ്ങൾ, അറിവിന്റെ വെളിച്ചം എല്ലാവരിലേക്കും എത്തട്ടെ. അഘത്തിൽ പോയി പെടല്ലേ, അഘമണയാതെ, പാപത്തിൽ പോയി പെടാതെ അകതാരമർത്തിടേണ. ഉള്ളിലേക്ക് തെരയോ. നീ തേടുന്നത് നിന്റെ ഉള്ളിലാവുള്ളേ, പുറത്തല്ല. പുറത്തൊന്നിനെയും വെടിവെച്ച് കൊന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ടോ നിനക്ക് ആ സന്തോഷം കണ്ടെത്താൻ സാധ്യമല്ല. അങ്ങനെ നീ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം നിനക്ക് മറ്റൊരാളെ കൊന്നാലേ ആനന്ദിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമല്ല സുഖം, നിരുപാധികമാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് ഗുരുവിന്റെ ഏകമത സന്ദേശം. ഇനി നമുക്ക് സമയം ഏകദേശം ആകുന്നുണ്ട്, 2 മിനിറ്റേ ഉള്ളൂ. അപ്പോ അവിടെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കേണ്ടത് 55-ാമത്തെ ശ്രീനാരായണ സ്മൃതിയാണ് കേട്ടോ. 55-ാമത്തെ ശ്രീനാരായണ സ്മൃതി. 55-ാമത്തെ ഒന്ന് ശ്ലോകം ആർക്കെങ്കിലും ചൊല്ലാമോ? നെടിയകിനാവിതു നിദ്ര പോലെ നിത്യം കെടുമിതുപോലെ കിനാവുമിപ്രകാരം കെടുമതി കാണുകയില്ല കേവലത്തിൽ പെടുവതിനാലനിശം ഭ്രമിച്ചിടുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ടുണ്ട് ചൊല്ലിയത്. ഞാൻ ഉദ്ദേശിച്ചത് ശ്രീനാരായണ ധർമ്മത്തിൽ 55-ാമത്തെ ശ്ലോകമാണ്.
ആത്മോപദേശ ശതകത്തിലെ 49 ശ്ലോകത്തോട് വെച്ച് ചേർത്ത് പഠിക്കാവുന്നത്. ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് 55 ശ്ലോകം ശ്രീനാരായണ ധർമ്മത്തിൽ ഏതാണെന്ന് പറയാമോ? സർവേ സർവേച്ചാത്മസുഖാവാപ്ത്यै പ്രവർത്തന്തേ പ്രവർത്തകം മതമേവ സമേഷാം തന്മതമേകം ന സംശയഃ. അത് തന്നെ, അവിടെയാണ് സർവേച്ച ആത്മസുഖാവാപ്തിയെ. ആത്മസുഖാവാപ്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും അവരവരുടെ നോക്കൂ, ശരിയല്ല. നമ്മൾ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്മൃതിയിലും ശ്രുതിയിലും ഗുരു ഒരുപോലെ ചേർത്ത് വെച്ച ഒരേ തത്വ. നമ്മൾ അതെല്ലാം പഠിക്കേണ്ടത് അതുകൊണ്ടാണ്. സർവേച്ച ആത്മസുഖാവാപ്തിയെ പ്രവർത്തന്തേ. ആത്മസുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. എന്നിട്ട് പറയാ മതമേവ സർവേഷാം, മതമേവ സമേഷാം. സമേഷ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പ്രവർത്തകമായിരിക്കുന്നത്, എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത് മതമാണ്. അതായത് എന്താ പറയാ, സത്യമാണ് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും മതം ഒന്നാണെന്നുള്ളതിന് സംശയമില്ല. എല്ലാത്തിന്റെയും ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നത് ഒരേ ഒരു സത്യമാണ്. അതുകൊണ്ട് എല്ലാ മതവും ഒന്നാണ് എന്നുള്ളതിന് സംശയമില്ല എന്ന് ഗുരു പറയാണ്. അപ്പോ ഏകദേശം എന്റെ സമയമായിട്ടുണ്ട്. ക്ലാസ്സിന്റെ ടൈം 6 മണിയാണല്ലോ. 6 മണിയായിരുന്നു, എനിക്കറിയില്ല. 6 മണിയാണെന്ന് കരുതിയാണ് ഞാൻ എടുത്തത്. എന്തായാലും ഗുരുവിന്റെ മതദർശനം നമുക്ക് ഒരു മണിക്കൂറിനൊന്നും തീരുന്ന കാര്യമല്ല. ശ്രീനാരായണ സ്മൃതിയും പിന്നെ ശ്രീനാരായണ ധർമ്മം 44 49 ഒക്കെ നന്നായി മനനം ചെയ്യുക. ഇത്രയും സമയം എന്റെ ക്ലാസ് ശ്രവിച്ച എല്ലാ ജിജ്ഞാസുക്കൾക്കും ഇതിന്റെ സംഘാടക സാരഥ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. തത്സത്. ശ്രീനാരായണ